ഒന്നിലധികം മതവിഭാഗങ്ങൾ ആധിപത്യത്തിനായിട്ട് മത്സരിക്കുന്ന കാലുഷ്യം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയും മതവിഭാഗത്തിൻ്റെ ന്യൂനതകളെ തമസ്കരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തോ അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ശശികല ടീച്ചർ ചെയ്യുന്നത് നിങ്ങൾ വർഗീയത എന്ന് വിളിക്കുകയാണെങ്കിൽ അതേ ശശികല ടീച്ചർ ചെയ്യുന്നത് എന്താണ്? ഹിന്ദു മതത്തിൻ്റെ ന്യൂനതകളെയും അവർ ചെയ്യുന്ന മോശം കാര്യങ്ങളെയും മറച്ചു വെക്കുക, അല്ല നിശബ്ദമായിരിക്കുക അതിനെക്കുറിച്ച്. അതോടൊപ്പം ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഭയാശങ്ക ഉണ്ടാക്കുക. അതേസമയം എതിർ വിഭാഗങ്ങളെ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എതിർ വിഭാഗങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അവരെക്കുറിച്ച് ഹിന്ദു മതത്തിൽ ഒരു ഭയാശങ്ക ഉണ്ടാക്കുക. മൊത്തം ഇത്രയാണ് ശശികലയുടെ പാക്കേജ്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കേ. ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ന്യൂനതകൾ, അതിനെ തമസ്കരിക്കുക. ഇസ്ലാം മതത്തിൽ മൊത്തത്തിൽ ഭൂരിപക്ഷ സമുദായം എന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ആശങ്കകൾ ഇളക്കി വിടുക. ഇസ്ലാം മതത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുക. ഹിന്ദുക്കൾക്കെതിരെ നിരന്തരമായി പ്രശ്നങ്ങളുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ശശികല ചെയ്യുന്നത് വർഗീയതയാണെങ്കിൽ ഇപ്പുറത്തും ചെയ്യുന്നതിനെ വർഗീയത, കമ്മ്യൂണലിസം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്.